ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു കാബേജ് തോരനാണ് വെക്കാൻ പോകുന്നത്. വൈറ്റ് കാബേജ് തോരൻ. കാബേജിന്റെ ഒരു സാധാരണ എല്ലാവരും തോരൻ വെക്കാൻ വെക്കുന്നതിൻ്റെ കൂട്ട് തന്നെ പോകുന്നു. വെക്കാനാണ്. അത് ഇത്രയുള്ളൊരു ഞാനിപ്പോൾ കഴുകി കാബേജ് കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് വെച്ചിട്ടൊന്ന് ഇത് അരിഞ്ഞെടുക്കാം. വെച്ചിട്ടാണ് ഞാൻ ഓക്കെ, കത്തി വെച്ചിട്ടല്ല, ഇത് വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അത് നമുക്ക് നാലായിട്ട് കീറാം. കീറിയിട്ട് അതിലോട്ട് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഉരച്ചെടുക്കാം. ആദ്യം കട്ടിംഗ് ബോർഡ് ഞാൻ നോക്കി, അത് ബുദ്ധിമുട്ടായി ഞാൻ ഓർത്ത് എല്ലാം വെളിയിലാകുന്ന വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പാത്രം എടുത്ത് അതിലോട്ട് വെച്ചിട്ട് നല്ലവണ്ണം ചെറിയെടുത്ത് കുറച്ച് ഈസി ആയിട്ട് വന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഫുള്ളും അവിടെ എല്ലാം തെറിക്കും. പക്ഷെ ഇച്ചിരി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് പറ്റും. പക്ഷെ അടിപൊളിയായിട്ട് ഞാൻ ഉരച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് അത് അരിഞ്ഞെടുക്കാൻ പറ്റി. അതിലായതുകൊണ്ട് നമ്മൾ കത്തി വെച്ചാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇത്ര ചെറുതായിട്ട് കിട്ടത്തില്ല. പക്ഷെ അടിപൊളിയായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അത് വെച്ചിട്ട് അരിഞ്ഞെടുക്കാം. നല്ല വെള്ളമില്ലാണ്ട് നല്ലോണം അരിഞ്ഞെടുക്കുക. കണ്ടില്ലേ, ഇതെല്ലാം വെളിയിലൊക്കെ ആയി. അതെല്ലാം ഞാൻ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അതിന് വേണ്ട ഉള്ളി, പച്ചമുളക് ഒക്കെ അരിഞ്ഞെടുക്കാം. ഞാനൊരു സവോളയാണ് എടുത്തത്. അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തീരെ ചെറുതല്ല, ഞാൻ വലുതായിട്ടാണ് എടുത്തേക്കുന്നത്. എന്നാലും മുറിച്ചെടുത്തു. എന്നിട്ട് അതിലോട്ട് നമുക്ക് കാബേജ് അരിഞ്ഞതിലോട്ട് കുറച്ച് ഉപ്പിടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ഏറെ കൂട്ടത്തിലാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ശകലം ഏറെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, സബോള, കുറച്ച് കറിവേപ്പില അതിട്ടിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കുറച്ച് ഉള്ളി ഫുള്ള് ഇടാം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി കാബേജ് മേടിച്ച് വെച്ചിട്ട് മൂന്നൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം അത് ഞെരടി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഞെരടി നമുക്ക് ഞെരടി എടുക്കാം. നല്ല ക്ലീനായിട്ട് നല്ലോണം ഞെരടാകുന്ന രുചി അതിന് കൂടുമെന്നാണ് പറയുന്നത്. നല്ലോണം ഞാൻ ഞെരടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണയൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിക്കത്തുള്ളേ. അതിൽ കുറച്ച് എണ്ണ ഉപയോഗിക്കുക. അതിൽ കുറച്ച് കടുക് ഇടുക. പിന്നെ ഞാൻ ഇട്ടത് കുറച്ച് അരിയാണ്. ചുമന്നരി ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് അരി ഇട്ടുക. എന്നിട്ടത് വറുത്ത പോലെ ആക്കുക. അരി ഇടുമ്പോൾ പ്രത്യേക രുചിയാണ്. അതിൽ കുറച്ച് 3-4 വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. അത് ഇതായി കഴിഞ്ഞപ്പോൾ നമ്മളെ കാബേജെല്ലാം കൂടെ ഞെരടി വെച്ച് എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി വെച്ചു. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട്, ചിലപ്പോൾ ഉപ്പ് കുറവ് ഞാനിൽ ഉപ്പ് എണ്ണയെല്ലാം കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് അത് അടച്ചു വെക്കാം. ഞാൻ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് ആ സ്പൂണിന് ശകലം ഞാൻ വെള്ളം ഒഴിച്ചു. ചിലപ്പോൾ അടി പിടിച്ചാലോ, എനിക്ക് മിക്കവാറും അബദ്ധം പറ്റുന്നതാണ്. ഞാൻ എന്തെങ്കിലും വെച്ചിട്ട് അടി പിടിക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇളക്കി വേഗം ഇളക്കി കൊടുക്കുക. ഒരു കാര്യം ഞാൻ മറന്നുപോയി, എൻ്റെ ഒരു തേങ്ങ ഇടണമായിരുന്നു. ഞാനത് കൂട്ടത്തിൽ ഇടണമായിരുന്നു, ഞാൻ മറന്നുപോയി. അല്ലാതെ ഇട്ടാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഇവിടെ ഡ്രൈ തേങ്ങാപ്പീരയാണ് കിട്ടുന്നത്, അപ്പോൾ ഉണങ്ങിയത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചിട്ടിട്ട് അത് ഇളക്കി വെച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടേണ്ടതായിരുന്നു തേങ്ങ. അല്ലാതെ വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റിയില്ല, മറന്നുപോയി. ഇതിപ്പോൾ അല്ലാതെ ഇട്ടാലും രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അല്ലാതെ ഇട്ട് ഇടയ്ക്കിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, അടി പിടിക്കുന്നുണ്ട്. ഇപ്പം കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള തോരൻ ഇട്ടിട്ടുണ്ട്. കാബേജ് തോരൻ നല്ല രുചിയായിരുന്നു. ഞാനിങ്ങനെ ഡെക്കറേഷന് വേണ്ടി വെച്ചാൽ ഒന്നുമില്ല, ചുമ്മാ എടുത്ത് വെച്ചതേ ഉള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ചതിൻ്റെ കൂട്ടല്ല. ഞാൻ എപ്പം കാബേജ് തോരൻ വെച്ചാലും വെള്ളമാവും. ഇത് അടിപൊളിയായിരുന്നു. എൻ്റെ അപ്പോൾ കാബേജ് സൂപ്പർ തോരനായിരുന്നു. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇത് നോർമലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നോർമലാണ്, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് മസ്റ്റായിട്ട് വെക്കുന്നത്. ട്രൈ ഞാൻ ചെയ്യുക. വെച്ചപ്പോൾ കാണിച്ചതേ ഉള്ളൂ. വെച്ച് നോക്കുക. എല്ലാവരും അപ്പോൾ വെച്ച് ഓക്കെ, നോക്കുക, അടിപൊളിയാണ്. ബൈ ബൈ. അപ്പോൾ താങ്ക് യു. ഓക്കെ, ബൈ ബൈ.